ഹലോ ഗായ്സ്, അപ്പോൾ ഇത് ട്രെൻഡ് ഔട്ട് ആയൊരു സാധനം കേട്ടോ, അലോക്കേഷ്യ. അപ്പോൾ ഞാനിപ്പോൾ ട്രെൻഡിങ്ങിൽ വീണ്ടും കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഗ്രീൻ ആയിരുന്നു കേട്ടോ നമ്മുടെ ട്രെൻഡിങ് ആയിരുന്നത്. അന്നൊന്നും എനിക്ക് ഗ്രീൻ കിട്ടിയില്ല, കുറച്ച് സ്ഥലത്ത് കണ്ടു, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയ സ്ഥലത്തായിരുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ നൈബറിൻ്റെ വീട്ടിലാട്ടോ ഇത് അലോക്കേഷ്യ തന്നെ ഒരു വെറൈറ്റിയാണ്, കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഗ്രീനേക്കാൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കുറച്ചും കൂടി ഇലകളൊക്കെ നീർന്ന് നിൽക്കുന്നതും കുറച്ചും കൂടി കളറ് ഇച്ചിരി കൂടി ഭംഗിയിൽ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ കൂടി സെറ്റ് ചെയ്താലെന്ന് വിചാരിച്ചു, കുറച്ച് നാളെ വിചാരിക്കുന്നു. അപ്പോൾ അത് പോയി കടയൊക്കെ പൊട്ടിച്ചെടുത്ത് വേറെ ഒന്നും പൊട്ടാണ്ട് ഭയങ്കര ഞാൻ ഈ പണിയെടുക്കണതിനോട് സൈഡിൽ നിന്ന് കസിൻ കൊച്ചും ആൻറ്റിക്ക് കളിയാക്കുമായിരുന്നു കേട്ടോ, കൊത്തിയൊക്കെ എടുത്ത് കൊത്തണ കണ്ടിട്ട്. എൻ്റെ ചെടികൾ വെക്കാനൊക്കെ എനിക്ക് തന്നെ ഇഷ്ടം കേട്ടോ, അത് എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് തന്നെ ചെയ്യാൻ ഇഷ്ടം. പിന്നെ അത്രയ്ക്ക് ഭാരം ഉള്ള ഇത് ചെയ്യുമ്പോഴാണ് ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കുള്ളൂ കേട്ടോ. അല്ലാത്തേക്ക് നമ്മളെ കൂടി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തന്നെ ചെയ്യും. കാരണം എൻ്റെ ചെടിത്തോട്ടത്തിൽ എനിക്ക് തന്നെ വെക്കണം എന്നൊക്കെ നിർബന്ധമുണ്ട് കേട്ടോ, അങ്ങനെ നിർബന്ധമുള്ള ആളാണ്. അപ്പോൾ നമുക്ക് 2 അലോക്കേഷ്യയുടെ ചെടി കിട്ടിയിട്ടുണ്ട്. കളർ ഭയങ്കര അടിപൊളിയാണ്, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല പൊക്കമുണ്ട്, എന്നെക്കാളൊക്കെ എത്രയോ പൊക്കമുണ്ട്. ഞാൻ 5 അടിയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞത് നമ്മൾ കുഴിയൊക്കെ കുത്തി നമ്മുടെ ചെടിത്തോട്ടത്തിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് വെക്കാന്ന് വെച്ചാൽ നമ്മുടെ ചെടിത്തോട്ടം നീളത്തിലാട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാമെന്ന് കരുതി. അവിടെ സ്പേസ് ഉണ്ടായുള്ളൂ, ബാക്കി സ്ഥലത്തൊക്കെ ഒരുവിധം നമ്മൾ ചെടികൾ വെച്ചായിരുന്നു. വലിയ ചെടി ആയതുകൊണ്ട് അത്യാവശ്യം വലിയ കുഴി വേണ്ടി വന്നു. അതൊക്കെ എടുത്ത് നമ്മൾ സെറ്റാക്കി വെച്ചു കേട്ടോ. ഇത് കറക്റ്റ് നേരെ നിൽക്കുന്നുണ്ട്. മറ്റേ പച്ചയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു കണ്ടിട്ട്, നേരിട്ട് കണ്ടപ്പോൾ. നമ്മൾ വെച്ചിട്ടില്ല, പക്ഷെ ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന് ആനച്ചെവി എന്നും പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്, ആനച്ചെവി എന്നും പേരുണ്ട്. പിന്നെ ഹാർട്ടിൻ്റെ ഷേപ്പാണുള്ള ഇല, അപ്പോൾ അങ്ങനെയും എൻ്റെ പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, വെറൈറ്റി പേരുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കോമൺ നമ്മുടെ അലോക്കേഷൻ തന്നെയല്ലേ. അപ്പോൾ അതൊന്ന് ഇരക്കാക്കി സെറ്റൊക്കെ ആക്കി വെച്ച്, പിന്നെ ഇത് കൊത്തിയേപ്പിക്കും ഞാൻ ആവശ്യത്തിയായി, കാരണം കുറേ കുഴിയെടുക്കേണ്ട വന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻ കുത്താനായിട്ട് അപ്പച്ചൻ്റെ ഹെൽപ്പ് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പച്ചനാട്ടോ കുത്തി തന്നെ. അത് നല്ല വൃത്തിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ഇലകളൊക്കെ ഒന്ന് കഴുകിയപ്പോൾ അത്യാവശ്യം കളറൊക്കെ വന്നു, പൊടിയൊക്കെ പിടിച്ച് നിൽക്കുമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് അപ്പച്ചൻ അടുത്ത കുഴി കുത്തി. നമ്മൾ അപ്പുറത്തെ സൈഡിലായിട്ട് വെക്കാണ്ട്, രണ്ടും അവിടെ തന്നെ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല നേരത്തെ. ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വരണം. പിന്നെ അതിൻ്റെ ഇളപ്പൊക്കെ ഇനി വരും കേട്ടോ, ഇനി മുളച്ച് അതിൻ്റെ ഇളപ്പൊക്കെ വന്നോളും. അങ്ങനെ അതും ഞങ്ങൾ വെച്ചിട്ടോ. അത് ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നേരിട്ട് നല്ല വലിയ ഇലയാണ്. എന്നെക്കാളൊക്കെ എന്തോരം വലിപ്പമുണ്ടെന്ന് നോക്കുമായിരുന്നു. ഇലയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഹാർട്ട് ഷേപ്പിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. അപ്പോൾ വീണ്ടും വരാം, ബൈ.